ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ശ്രവണത്തിനായി നമ്മുടെ കാതുകളെയും ഹൃദയത്തെയും നമുക്ക് തുറന്നു കൊടുക്കാം. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിനായി നാം ഭക്തിയാപൂർവം നോമ്പെടുത്ത് പ്രാർത്ഥനയിലായിരിക്കുന്നവരാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കപ്പെടുക തിരുസഭയിൽ പരിശുദ്ധ മറിയത്തിൻ്റെ കന്യത്വത്തെക്കുറിച്ച് കൂടുതലായി എടുത്തു പറയപ്പെട്ടത് അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസാണ്. വിശുദ്ധ അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് ഇപ്രകാരം പറയുന്നു: പരിശുദ്ധ മറിയത്തിൻ്റെ കന്യാത്വത്തെക്കുറിച്ച് വളരെയേറെ പുകഴ്ത്തുകയും പരിശുദ്ധ മറിയത്തെ രണ്ടാം ഹവ്വയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ ഹവ്വയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. ആദ്യ ഹവ്വ അനുസരണക്കേട് മൂലം പാപത്തെ ലോകത്തിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ പുതിയ ഹവ്വയായ അല്ലെങ്കിൽ രണ്ടാം ഹവ്വയായ മറിയം അനുസരണത്തിലൂടെ ലോകത്തിന് രക്ഷ പ്രദാനം ചെയ്യുവാൻ കാരണമാകും. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പരിശുദ്ധ അമ്മയെ നിത്യ കന്യകയെന്ന് ആദ്യമേ വിളിച്ചത് അത്താനേഷ്യസ് ആണ്. അദ്ദേഹമാണ് പരിശുദ്ധ മറിയത്തെ നിത്യകന്യയെന്ന് ആദ്യമായി വിളിച്ചത്. 5-ാം നൂറ്റാണ്ടോടുകൂടി അത് പാശ്ചാത്യ സഭയിലും അംഗീകരിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ പരിശുദ്ധ മറിയം നിത്യകന്യകയാണ്, അതുപോലെ തന്നെ പുതിയ ഹവ്വയാണ്. നമ്മൾ അതുകൊണ്ട് രക്ഷകൻ്റെ അമ്മ എന്ന നിലയിൽ അമ്മയുടെ പ്രത്യേകമായ വണക്കം കാണിക്കുകയും അമ്മയുടെ മധ്യസ്ഥം വഹിക്കുകയും നമുക്ക് ചെയ്യാം. അമ്മ നമ്മൾക്ക് വേണ്ടി എപ്പോഴും മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇന്നേ ദിവസം നഴ്സിംഗ് പരീക്ഷ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ്ങിനായി പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന അനേക വ്യക്തികളുണ്ട്. അവർക്കൊരു സ്ഥലം കിട്ടാതെ ഒത്തിരിയേറെ വേദനിക്കുന്നുണ്ട്. രാജ്യത്തിലേക്ക് പോകാനുള്ള ചില ഇൻ്റർവ്യൂകളൊക്കെ നിർത്തിവെച്ചിരിക്കുന്നു. അതിൻ്റെ പേരിൽ IELTSും OETയും എക്സാം എഴുതിയിട്ടും പുറത്തേക്ക് പോകാൻ സാധിക്കാതെ വേദനിക്കുന്നവരുണ്ട്. കർത്താവേ, അവരെ ആവശ്യങ്ങളിൽ കടന്നു വന്ന് അവരെ അനുഗ്രഹിക്കണമേ, അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമേ, അവർക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ. ആശ്രയ മാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.